ഗൈസ്, ഇന്ന് നമ്മളെ അമ്മയ്ക്ക് സഹായിക്കുകയാണ് ഗൈസ്. നിലത്ത് മുട്ടാണ്ടിട്. ഓക്കെ. എൻ്റെ കുട്ടി പിന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഓരോ മൂടാണ്. രാവിലെ എൻ്റെ വലിയ കുട്ടി തിരുമ്പി അലക്കിയിട്ടതാണ്. വാഷിംഗ് മെഷീനിലാണ്, കയ്യിലല്ല. വൈകിട്ട് ചെറുത് ഉണക്കായിരുന്നു. അവൻ നോമ്പ് വെച്ചത് ഈ പണി ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഇപ്പം ഞങ്ങൾ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണിയൊന്നും അത്ര ആയിട്ടില്ല. ഇപ്പോൾ മെയിൻ വാർപ്പിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി മെല്ലെ മെല്ലെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ മനസ്സ് വെച്ചാൽ അവൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഇതൊക്കെയാണ്. തെറ്റിദ്ധരിക്കരുത്. ഈ പണികൾ കുറേ ഉണ്ട്. ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതവിടെ ഇല്ല, വേറെ ചെറുതിട്ടുണ്ട്. അപ്പോഴേക്കും ആ അലക്കി വെച്ച് പറഞ്ഞപ്പോൾ ശരി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ഉണക്കാനിട്ട് കഴിയാമെന്ന് വിചാരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം. ഇനി പാത്രം കഴുകലുണ്ട്, പണികളൊക്കെ ഒരുപാടുണ്ട്. ഇനി നോമ്പ് ഉറക്കുള്ളത് ഉണ്ടാക്കണം, കുറേ ഉണ്ട്. പിന്നെ ഇന്ന് എൻ്റെ ചെറിയ മകൻ ഷുഹൈബാണ് വീഡിയോ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറയുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിച്ചിട്ടില്ല പറയുമ്പോൾ പറയും. ശരി, നീ നിൻ്റെ ഇതല്ലേ പറ. തുണിയൊക്കെ അലക്കട്ട് ഉണക്കട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി ഉള്ളിലിട്ട് പണിക്കാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് തുണിയെടുത്ത് അതിലിടണോ, അതിലിട്ട തുണി ഇതിലിടണമെന്ന്. പക്ഷെ അങ്ങനെയല്ല. വലുത് ഇവിടെ ഇട്ടാൽ ശരിയാവില്ല. വൈകുന്നേരം ഇങ്ങനെ തുറന്ന് കിടക്കണതുകൊണ്ടേ നായ്ക്കളൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കാം. അന്ന് ഇങ്ങനെ ആയിക്കോട്ടെ വീഡിയോ. വാ വാ. ഫസ്റ്റ് കിച്ചൺ എന്ന് പറഞ്ഞല്ലേ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. എൻ്റെ കൊട്ടാരം. അതാണ് എൻ്റെ കിച്ചൺ. ഓക്കെ. ഇത് ഡൈനിങ് ഏരിയ, ഇത് ഹോള്, ഇത് കോമൺ ബാത്റൂം, ഇതൊരു ബെഡ്റൂം, മുമ്പിലൊക്കെ നല്ല കൃഷി സ്ഥലമാണ്. നല്ല കൂളിംഗ് ആയിരിക്കും. എന്താ കേട്ട, ബാക്കിൽ കുളം, സൈഡ് കനാല്, മുമ്പിൽ കൃഷി, പാടം. നന്നായിട്ടില്ലേ പാടം? മുകളിൽ പോയി നിന്ന് നോക്കി ഇനി രസമായിരിക്കും. കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ബെഡ്റൂം. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാലും ഇത് പ്ലാസ്റ്റിക് പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വരില്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടി സേഫ് ചെയ്ത് വെച്ചാൽ വേണ്ടതാ. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ മകൻ കുറച്ച് മീൻ വളർത്തുന്നു. ഇരുട്ടത്ത് കാണില്ല. ഇതാ കാണുന്നുണ്ടോ, അതാണ് എൻ്റെ വലിയ കുട്ടി കുറച്ച് ഗപ്പികൾ വളർത്തുന്നുണ്ട്. ഇപ്പം ആ ഭാഗത്ത് പോയാൽ ശരിയാവില്ല. എന്നിട്ട് ഇരുട്ട്, ഇത് താന്ന് വേറെ പോകണം. അതുകൊണ്ട് ആ ഭാഗം വേണ്ട. അതിൽ കുറച്ചാവും മീൻ വളർത്തുന്നുണ്ട്, അത്രയും മതി. പിന്നെ ഞാൻ താഴെ നിന്ന് പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് നോക്കിയാൽ ആ മലനിരകളും, നെല്ലിയാമ്പതി മലയാണത്. ആ മലനിരകളും അതിൻ്റെ താഴെ പാടവും നെൽകൃഷിപ്പാടവും തെങ്ങുകളും പനകളും
ഇങ്ങനെ കുറച്ച് കുറച്ച് പച്ചപ്പൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ മയിൽ ഇങ്ങനെ ഇറങ്ങും. പന്നിയുണ്ട് പിന്നെ മെയിനായിട്ട് ഇവിടെ. അങ്ങനെ നല്ല രസമില്ലേ ഈ നെൽകൃഷി കാണാൻ? നിങ്ങൾ തന്നെ പറയും. എനിക്കിഷ്ടമായി. ഇത് കണ്ട ഞങ്ങളുടെ മാങ്ങ മൂച്ചിയിൽ പൂവ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കുറച്ച് കുഞ്ഞു പിഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. കുഞ്ഞു മാങ്ങ. മറ്റേ മരത്തിൽ പൂ ഒത്തിരി വരുന്നുള്ളൂ, അതിലത്ര ഇല്ല. ഇത് ഒരുമിച്ച് നിൽക്കുന്ന കാരണം അറിയാത്തതാണ്. 2 മരമാണ്. ഇതിലത്ര വരുന്നില്ല. താഴെ ഉള്ളിലായിട്ട് ഓരോ പൂ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അതിൽ നന്നായിട്ട് പൂവുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. മുകളിൽ നിന്ന് കാണുമ്പോഴാണ് ഒരു അട്രാക്റ്റീവ്. പിന്നെ ആ തെങ്ങ് കണ്ടോ? ആ തെങ്ങ് നമ്മുടെ ശരിക്കും ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ പൊസിഷനിലുണ്ടായിരുന്നാണ്. അത് ഇവിടെയല്ല. അതിനെ ഞങ്ങൾ വീട് വെക്കുമ്പോൾ അതിൽ കൊല വേറെ വന്നു, പൂവിട്ടു. അത് ഞങ്ങൾക്ക് കളയാൻ മനസ്സിലാണ്ട് JCB കൊണ്ടുവന്ന് അതിനെ വേർപെടുത്തിയെടുത്ത് അവിടെ കുഴിച്ച് ഒറ്റയ്ക്ക് അത് താങ്ങി വയ്ക്കുമ്പോൾ പറഞ്ഞാൽ അതൊക്കെ ഇക്കാനും എടുക്കുകയാണ്. അവർ ചെയ്തതാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് കുറച്ച് വരുന്നുണ്ട്. പിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ ഞങ്ങളുടെ മുരിങ്ങക്കായ് കണ്ട നിറയെ വന്നിട്ടുണ്ട്. പക്ഷെ വലിക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. ഒറ്റയടിക്ക് കഴിച്ചു തീർക്കാനും പറ്റില്ലല്ലോ. അത് കാരണം കുറച്ച് പോകും, കുറച്ച് എല്ലാവർക്കും ഒത്തിരി പങ്കുവയ്ക്കും. പിന്നെ ഓരോന്ന് എപ്പോഴെങ്കിലും ദിവസം പരിപ്പ് കറി വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ സാമ്പാർ വെക്കണമെന്ന് മാത്രം ഓരോന്ന് വലിക്കും. കുറേ ഉണ്ട്, പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് എൻ്റെ വീടിൻ്റെ കാഴ്ചകൾ. ഇനി എനിക്ക് ഉള്ളിൽ കുറേ ജോലികളുണ്ട്. നോമ്പ് തുറക്കുള്ളതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നും കൂടി ഞാൻ ആ കൃഷിപ്പാടം കാണിച്ചു തരാം. എനിക്ക് കണ്ടിട്ടും കൊതി വരുന്നില്ല. ഞാൻ ദിവസം കാണുന്നതാണ്. എന്നാലും ആ കതിരൊക്കെ വന്നിട്ട് നെൽമണികൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് നല്ല ഭംഗിയാണ്. അതും വൈകുന്നേരമൊക്കെ ഇങ്ങനല്ലേ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുമ്പോഴൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ രസിക്കേണ്ട സംഭവങ്ങളാണ്. ഞാൻ കൂടുതലായിട്ട് അതിനെ പുകഴ്ത്തല്ല, അതൊക്കെ ഫീൽ ചെയ്യണവർക്ക് അത് മനസ്സിലാവും. അല്ലാത്തവർക്കൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഫീല് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അതാ ഇത് വന്നിട്ട് ഇതാ ആ കാണുന്ന തെങ്ങ് കണ്ട? ആ തെങ്ങിലുണ്ടായ തേങ്ങ കുറേ ഉണ്ടായിരുന്നു. കുറേ പറഞ്ഞാൽ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10-50 എണ്ണം. അപ്പോൾ അതിനെ ഞാൻ വെട്ടിപ്പൊളിച്ച് എണ്ണ ഉണ്ടാക്കി എത്ര വരും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഏകദേശം 1.5 ലിറ്റർ എണ്ണ കിട്ടി എനിക്ക്. നമ്മുടെ ആവശ്യത്തിന് കിട്ടി, അത്ര തന്നെ. ആ എണ്ണ തന്ന മുതലാണ് ആ തെങ്ങ് ഉണ്ടാവും. കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. പോകുമ്പോൾ ശരിയാക്കാം. അപ്പോൾ ശരി, ഓക്കെ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.